സാറേ, ഈ ജോസൂട്ടി എന്ന് പറയുന്ന ആളിപ്പോൾ പഴയ പോലെ ഒരാളല്ല. പിന്നെ അയാൾ ഒരുപാട് മാറി സാറേ. തന്നോട് ചോദിച്ചത് താൻ പറഞ്ഞാൽ മതി. അതെനിക്കറിയില്ല സാറേ. സാറ് പറഞ്ഞ 2 പേര് 6 വർഷം മുന്നേ മുംബൈക്ക് വണ്ടി കയറിപ്പോയിന്ന് അറിയാം. അത്രേ എനിക്കറിയുള്ളൂ സാറേ. ആ സമയത്ത് മുംബൈക്ക് പോവാന്ന് പറഞ്ഞ് കവലയിലുള്ള എല്ലാവർക്കും ചെലവ് ചെയ്തായി കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾ നാട്ടുകാർക്ക് പറ്റും, ഞങ്ങൾ പോലീസുകാർക്കത് പറ്റില്ല. അവരെക്കുറിച്ച് തനിക്കെന്തെങ്കിലും അറിയോ? നീ ഈ നാട്ടിലെ പഴയ ഗുണ്ടയായിരുന്നില്ലേ? നമ്മളിപ്പോൾ ഈ ജോസ് വീട്ടറെ പുറകുന്നില്ല സാറേ. തമ്മി പിഴിഞ്ഞിട്ട് കാലം കുറേയായി. ഗുണ്ടാപ്പേലിൽ പണിയൊക്കെ വിട്ടു സാറേ. അതുകൊണ്ട് കൂടുതലൊന്നും അറിയില്ല സാറേ. ഡോ, ഞാൻ ഈ കേസ് അന്വേഷിച്ച് വരും താൻ ആരോടും പറയണ്ട കേട്ടോ. സാറേ, ഈ ജോസൂട്ടി ഉദ്ദേശിച്ച നാളിപ്പോൾ സുഖമായിട്ട് ജീവിക്കാം. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഒന്നിലേലും സാറിന് ഈ പോസ്റ്റ് വന്നവർ ഇവരുമായിട്ട് കമ്പനിയുള്ളവരാ. സാറിനത് അറിയാലോ. പണ്ടുവന്മാർ ചെയ്തു കൂട്ടിയതൊക്കെ എനിക്കറിയാടാ. അതന്ന്. ഇന്ന് ഞാൻ പോലീസാണ്. ഇത്രയും നാൾ ഞാൻ ഈ സ്റ്റേഷനിലുണ്ടായിരുന്നെങ്കിൽ ഈ കേസ് അന്വേഷിച്ച് ഇവനേക്കെടുത്ത് ഞാൻ തൂക്കി അകത്തിട്ടേനെ. ഇനി അതുണ്ടാവും. സാറേ, ഇപ്പോൾ അവരെ കുറിച്ച് ഒരു വിവരമില്ല. നിങ്ങൾ പിന്നൊരു കോണ്ടാക്ട് ഉണ്ടായില്ല? സാറേ, അവർ ഇപ്പോൾ സമയത്ത് അവർ ചിലവതിന് പോയി. അവരുടെ വീട്ടുകാർ അവരെ കാണാതായിട്ട് അവരുടെ വീട്ടുകാർ കേസ് കൊടുത്തിട്ടുണ്ടായി. ആ കേസ് എന്താണെന്ന് ഒരു വിവരം പോലില്ല. ഇനി അത് ഉടനെ വിവരം ഉണ്ടാവും. എൻ്റെ പൊന്ന് സാറേ, നമുക്ക് ഈ കേസ് കുത്തിപ്പൊക്കണോ? നമുക്ക് വേറെ വല്ല കേസ് പിടിക്കാന്നേ. സാർ ഈ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ പോകണമല്ലോ. നമുക്ക് ചെറിയ വല്ല കേസ് പിടിക്കാന്നേ. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നവർ അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടാത്ത കേസാണിത്. എടോ, ഒരു പോലീസുകാരനാവുമ്പോൾ തുമ്പില്ലാത്ത കേസ് തുമ്പുണ്ടാക്കി കണ്ടുപിടിക്കുന്നതിലാണ് കഴിവ്. അവന്മാർ രണ്ടുപേരും ജോസൂട്ടി അറിയാണ്ട് മിസ്സാവില്ല, അതുറപ്പാ. ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തുമ്പുണ്ടാക്കുകയും ചെയ്യും, തെളിയിക്കുകയും ചെയ്യും. എൻ്റെ പൊന്നു സാറേ, ചേട്ടൻ മുംബൈയിൽ പോവാണെന്നും പറഞ്ഞിട്ട് പോയതാണ് ഇവിടുന്ന്. പിന്നെ വന്നിട്ടില്ല സാറേ. ഇവിടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ചെലവിന് കൊടുത്തിട്ടാണ് പോയത്. എൻ്റെ ഒരു വളയം വിറ്റിട്ട് ആ പോക്ക് പോയതാ സാറേ. അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. എന്തേലും ഒരു വഴിയുണ്ടെങ്കിൽ എനിക്കൊന്ന് കണ്ടെത്തിത്താ സാറേ അയാളെ. അപ്പൊ ഞാനാരാ? നിനക്ക് പിന്നെ അവനെ വേണമെങ്കിൽ. അപ്പൊ ഇതാരാ? ഇതിന് ഞാൻ രണ്ടാമത് കിട്ടിയതാ സാറേ. ഇനി ഇയാളെയും കൂടി കാണാണ്ടാവണ്ട് നോക്കിക്കോ. വാടോ. എങ്ങടാ സാറേ? സാധനം വല്ലതുണ്ടോ? ടച്ചിങ് ക്ലാസ് ഞാൻ എടുക്കാട്ടോ. ഇവനൊക്കെ എവിടെ നിന്ന് കിട്ടി? സാറേ, എൻ്റെ മകൻ നല്ലവനല്ലായിരുന്നെന്ന് എനിക്കറിയായിരുന്നു. അവൻ പാവായിരുന്നു സാറേ. ആ ജോസൂട്ടിയുടെ കൂടെ പോയിട്ട് എൻ്റെ മോൻ ആകെ ചീത്തയായി സാറേ. അതോടെയാണ് എൻ്റെ മോൻ വല്ല ഡ്യൂട്ടിയൊക്കെ നടത്താൻ പോയി തുടങ്ങിയത് സാർ. ഇവിടെ നിന്ന് അവൻ നശിക്കും സാറ്. അവൻ വല്ല മുംബൈയിലും പോയി രക്ഷപ്പെടട്ടെ. സമയമാകുമ്പോ അവൻ വരും. ഇനി അവനെ കണ്ടുപിടിച്ചുകൊണ്ടെന്ന് ചീത്തയാക്കണമല്ലേ? ഒക്കത്തിന്റെ താഴെ ഞാൻ വെട്ടിണ്ടെന്ന് ഉണ്ടാക്കി എന്റെ പട്ടിക്ക് ഞാൻ കൊടുക്കും. എൻ്റെ പൊന്ന് സാറേ, ഈ കാണാതായവന്മാരുടെ വീട്ടുകാർക്ക് പോലും അവരെ വേണ്ട. പിന്നെ സാറിന് എന്താ പ്രശ്നം? ഇതെൻ്റെ ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ. ഈ സ്റ്റേഷനിൽ രജിസ്റ്ററായ കേസുകളിൽ ഏറ്റവും നല്ലൊരു കേസാണിത്. എനിക്ക് വലിയൊരു കേസാണ് വേണ്ടത്, അല്ലാതെ വേറൊന്നുമില്ല.
സാറേ എന്നാൽ ആ ജോസൂട്ടിയെ നമുക്ക് നേരിട്ട് കണ്ടാലോ? ആ കുറേ നാളായാലും സാറെ കണ്ടിട്ട്. ആ ഞാൻ പറഞ്ഞു കേട്ടു. ഓൾ ദി ബെസ്റ്റ് സാറേ. ആർക്കട നീ ഷെയ്ക്കാൻ്റെ കൊടുക്കണേ? സല്യൂട്ട് അടിക്കണം. ആ എന്നിട്ടിപ്പോൾ സാറുള്ള എന്നെ സല്യൂട്ട് അടിക്കണേ. ജോസുട്ടിയെ, ഇത് നിന്റെ പരിചയക്കാരനോ കൂടെ പഠിച്ച കൂട്ടുകാരനോ ഒന്നുമല്ല. നമുക്കൊന്ന് ഇരിക്കണോടാ ജോസുട്ടി. ജോസുട്ടി, കാര്യം മനസ്സിലായ? പിടികിട്ടിയ? നമുക്കൊന്ന് ഇരുന്നാലോ? ആ അതിനെന്താ സാറേ, ഇരിക്കാലോ. മധുവും ബാലുവും ജോസുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ? അവരിപ്പോൾ എവിടെയാണ് ജോസുട്ടി? സാറേ അവരൊരു 6 വർഷം മുമ്പ് കാണണ്ടായി സാറേ. അതേടാ, അവരെ കാണാണ്ടായി. ആ കേസ് ഇപ്പം ഞാൻ അന്വേഷിക്കണം. അതിന് എന്നോട് തന്നെ ചോദിക്കണം സാറേ. പിന്നെ നിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ച് നിന്നോടല്ലാണ്ട് ആരോട് ചോദിക്കണം? സാറേ കഴിഞ്ഞ 6 വർഷമായിട്ട് അവരതേ എൻ്റെ വീട്ടിൽ പൂട്ടിയിട്ടേക്കാം. സാർ വേണമെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ. അവിടെ കിടോ ജോസുട്ടി, നിനക്ക് തമാശയാണല്ലോ. ഇത് കളി വേറെയാണ്, തെളിയിക്കും ഞാൻ. അവരെവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നെ ഒന്ന് വിശ്വസിക്കേ, എനിക്ക് അവരായിട്ട് യാതൊരു ബന്ധമില്ല. സാറിന് അറിയാം കേട്ടോ സാറേ. ജോസൂട്ടി പഴയ പരിപാടിയൊക്കെ നിർത്തി സാറേ. ഈ കാണുന്ന ജാതിയും മാവും പാടത്ത് നെല്ലും ഈ മണ്ണും ഇതൊക്കെ ഉള്ളപ്പോൾ ജോസൂട്ടിക്ക് പയ്യ സാറേ. എല്ലാവരോടും ഇപ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ. കഷ്ടപ്പെട്ടിട്ട് ജീവിക്കണം. സാറിവിടെ ഇപ്പോഴുള്ള ചാർജ് എടുക്കണം. സാറിനറിയാത്തൊരു കാര്യമുണ്ട്. ഇതിനേക്കാളും മുമ്പ് ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു, എൻ്റെ പൊറിഞ്ചു. അവനും എന്നെ വിട്ടിട്ട് പോയി സാറേ. എനിക്ക് എൻ്റെ കെട്ടിയോൾക്കും അവൻ മാത്രം ഉണ്ടായുള്ളൂ. നിന്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ ജോസുട്ടി. അവന്മാർ മിസ്സായാലും നിന്റെ പങ്കെന്താന്ന് പറ. ജോസുട്ടി പറഞ്ഞത് സത്യ സാറേ. എനിക്ക് അറിഞ്ഞൂടാ. അവന്മാർ ഞാൻ എൻ്റെ പൊറിഞ്ചുവിനെ പോലെ സ്നേഹിച്ചതാ. എൻ്റെ ജീവനാ സാറേ അത്. അപ്പോൾ പിന്നെ അവരെനിക്കൊന്നും ചെയ്യാൻ പറ്റുമോ സാറേ? അവരെ കാണാതായിട്ട് 6 വർഷമായി. എൻ്റെ പൊറിഞ്ചു മരിച്ചിട്ടും 6 വർഷമായി. എനിക്ക് പൊറിഞ്ചിനെ പോലെ തന്നെ സാറേ അവരും. ജോസേട്ടാ, എന്താടാ മധു? നിങ്ങൾ നമ്മുടെ മുത്താണ്. എന്താ ആവശ്യം വെച്ചാൽ പറഞ്ഞോ, കഴിക്കേ. ജോസേട്ടാ, നിങ്ങൾ പൊള്ളിയാണ് കേട്ടോ. ജോസൂട്ടി പോവാൻ തീരുമാനിച്ചോ? റോസേ, ഈ പരിപാടിയിലൂടെ നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ മോൻ നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും നമുക്ക് അവനെ നല്ല നില വളർത്തണ്ടേ. ഇത് ലാസ്റ്റാ. ഇതോടുകൂടി ഈ പരിപാടികളൊക്കെ നിർത്താണ്.
അതാ നല്ലത് ജോസൂട്ടി. ഞാൻ പറയാൻ പോട്ടാ, എന്ത്? നമുക്കൊരു മോനുണ്ടാകാൻ പോവാന്ന്. ആ അത് പറഞ്ഞു. എത്ര വർഷമായിടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താണെന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. പറയോ ചേട്ടാ, ഞങ്ങളോട് പറയട്ടെ. ഇതാ മക്കളെ, നമ്മൾ ഇതുപോലെ ചെയ്ത പോലത്തെ പരിപാടിയല്ല. ഒരു മുംബൈ കോൾ വന്നിട്ടുണ്ട് നമ്മുടെ വർഗീസിൻ്റെ കെയർ ഓഫിൽ. പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കോടികൾ വരാൻ പോണേ, കോടികൾ. എന്നിട്ട് ആ പരിപാടിക്ക് ജോസേട്ടൻ പോവാണോ? അത് മാത്രല്ലടാ, വേറൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ ഭാര്യ 1 മാസം ഗർഭിണിയാടാ. അതിൻ്റെയൊക്കെ കൂടി സന്തോഷമാണ് ഈ ചെലവൊക്കെ. മക്കള് കഴിക്കേ. ഹാപ്പി. അപ്പൊ കുറെ നാളായിട്ട് കാത്തിരിക്കുന്ന ആള് വരാൻ പോവാനല്ലേ ജോസേട്ടാ? സന്തോഷായി ജോസേട്ടാ, സന്തോഷായി. ഞങ്ങൾക്ക് സന്തോഷായി ജോസേട്ടാ, കലക്കി. അപ്പതാര പൊറിഞ്ചു തൻ്റെ മോനാണോ? അല്ല സാറേ, ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല, വെറുതെ കാത്തിരുന്ന് മാത്രമേ ഉള്ളൂ. ജോസൂട്ടി, എനിക്കൊരു കാര്യം പറയാനുണ്ട് ജോസൂട്ടി. എന്തായാലും പറയാൻ, ഞാൻ ദേ പോവാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ജോസൂട്ടി, എന്നോട് ക്ഷമിക്ക് ജോസൂട്ടി. എന്താ പറ്റിയേ? നമ്മുടെ മോന് വേണ്ടി ആഗ്രഹിക്കണ്ട ജോസൂട്ടി. അത് പോയിന്നാ തോന്നണേ. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ചെറുതായിട്ടൊരു ബ്ലീഡിങ് ഉണ്ട് എനിക്ക്. എന്താ പറ്റിയേ? അറിയില്ല ജോസൂട്ടി. കരയണ്ട, കരയണം തിന്നാ, അതിനി ഉണ്ടാവാലോ. നമ്മൾ ഒരുപാട് കാത്തിരുന്നല്ലേ. ഈ പൊറിഞ്ചു പതേതട ജോസുട്ടി അവതാരം. എൻ്റെ ജീവനാണ് സാറേ അവൻ. ഏത് സമയത്തും എൻ്റെ നേടുവാൻ കൂടുന്നുണ്ടായിരുന്നു. സാറേ കണ്ടണ്ട, കാണണ്ടവനെ. സാറേ, എനിക്ക് എന്നെ കെട്ടിക്കൊടുക്കും അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെപ്പോഴും ഇവിടേക്ക് ഉണ്ട് സാറേ. അതുപോലെ അവനെ ഞങ്ങൾ വളർത്തിയത് സാറേ. പൊറിഞ്ചു, പൊറിഞ്ചു,
കൊന്നെന്ന് സാറിന് അറിയോ? അവന്മാരാ സാറേ എന്നെ കൊന്നത്. ജോസേട്ടൻ മുംബൈക്ക് പോകരുത്. ആ പരിപാടിക്ക് നമുക്ക് പോകണം. എന്താ അതിനൊരു വഴി? അതാ ഞാൻ ആലോചിക്കണേ. നമുക്ക് ജോസേട്ടൻ ഭാര്യനെ തട്ടിയാലോ? അത് സീനാവും, നമ്മൾ കുടുങ്ങും. നമുക്ക് ജോസേട്ടനെ അങ്ങ് തട്ടിയാൽ പോരെ? അത് സീനാവും. അത് നമ്മൾ പോലീസ് എന്തായാലും കണ്ടുപിടിക്കും. നമ്മളകത്താവും ചെയ്യും. പിന്നെ എന്തൊരു വഴി കിട്ടി? ജോസായിട്ട് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുണ്ട്, പൊറിഞ്ചു. ആ, അവനെ തട്ടിയാലും കുറച്ചാളത്തേക്ക് ജോസായിട്ടും തകരും. പിന്നെ അയാൾ പോക്ക് ക്യാൻസൽ ചെയ്യും. പിന്നെ വറീസാറിനോട് പറഞ്ഞിട്ട് നമുക്ക് തന്നെ പോവാം. എന്താ? അത് കലക്കിടാ. നീ അതിനുള്ള വഴി നോക്ക്. ചെല്ല്. ജോസേട്ടൻ ഇപ്പോൾ പൊറിഞ്ചിനും ഭക്ഷണം കൊടുക്കാൻ പോയേക്കാം. ചതിയാണ് സാറേ അവന്മാരെൻ്റെ കൂടെ നിന്നിട്ട് ചെയ്തത്. സാറിന് അവൻ ആരെന്ന് മനസ്സിലായ? ഇവൻ ആരെന്നറിയോ? സാർ എനിക്ക് അന്ന് തന്ന ആ കുഞ്ഞു പട്ടിയാണ് സാറ്. ഡാ, എനിക്ക് SI സെലക്ഷൻ കിട്ടിയിട്ടാ. പോവണ്ട. കലക്കിലോ അപ്പേലേ? എവിടെ പോസ്റ്റ്? ആ, അത് കന്യാകുമാരിയാടാ. ആ, ഞാൻ പോണതിന് മുമ്പ് എനിക്കൊരാളെ തരാം. ഏ? മോനെപ്പോലെ നോക്കണം കേട്ടാ. അതിനെന്താ? ഞാൻ പോയി കഴിഞ്ഞാൽ നോക്കാൻ ആരില്ല. നീ എടുത്തു തന്നെ നോക്കട്ടെ. മോനെ പോലെ സാറ് ഞാൻ അവനെ വളർത്തിയത്. എന്നിട്ടവന്മാര് ഡാ, അവനാണ് പറഞ്ഞു. അവനെയാണോ അവന്മാർ കൊന്നു? അതെ സാറേ, കൂടപ്പറപ്പിനെ പോലെ ഞാൻ കൊണ്ടാടുന്ന അവന്മാരാണ് സാറേ എൻ്റെ പൊറിഞ്ചുവിനെ അവനെ കൊല്ലാൻ നോക്കിയത്. ഒരു ദിവസം അവന്മാരുടെ കൂടെ കമ്പനി കൂടി ഇപ്പോൾ സാറേ ഞാനാ സത്യം അറിഞ്ഞത്. ഞാൻ ആ വളത്തിനിടെ കൊണ്ട് അമോണിയ പൊടിച്ചിട്ടതാ. ഡാ, നിനക്ക് വേറൊരു സാധനം കിട്ടിയില്ലേ അതിലിടാൻ? അതൊന്നും ഇട്ടാ പട്ടിച്ചാവില്ല. ഇനി ഞാൻ ചെയ്തോളാം, നീ ഒന്നും ചെയ്യണ്ട.
നമ്മുടെ പൊറിഞ്ചുവിനെ അവർ കൊന്നു സാറേ. ജോസൂട്ടി, സോറിടാ. അവന്മാരെ കൈ കിട്ടിയ നല്ല പണി കൊടുക്കടാ. വേണ്ട സാറേ, അവന്മാരെ എവിടെയും പോയി ജീവിച്ചോട്ടെ. അവന്മാരെ ഞാൻ തന്നെ വർഗീസിനോട് പറഞ്ഞ് മുംബൈക്ക് വിട്ടത്. ഡാ മധു ബാലു, ആ ജോസ് മുംബൈ പോണില്ലെന്ന് കേട്ടെ. വേണമെങ്കിൽ പോയി രക്ഷപ്പെട്ടോടാ. രക്ഷപ്പെട്ടൂന്ന്. ഇതുപോലൊരു ചാൻസ് നീ കിട്ടില്ല. ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും തോക്കിന് മുമ്പ് തീർന്നിട്ടുണ്ടാവും. അതാണ് അവരോട് ഞാൻ ചെയ്ത പ്രതികാരം. അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ട സാറേ. അല്ലാതെ ഞാൻ അവരെ കൊന്നിട്ടൊന്നുമില്ല. പൊറിഞ്ചു പോയതോടുകൂടി ഞാനകെ തകർന്നു പോയി സാറേ. എൻ്റെ ജീവിതം ഇപ്പോൾ വേറെ. നന്നായിട്ട് ജോസൂട്ടി, അവന്മാരെവിടെയെങ്കിലും പോയി തൊലയട്ടെ. ജോസൂട്ടി, ഞാനിനി ഈ കാര്യം ചോദിച്ചുകൊണ്ട് വരില്ല. ഞാൻ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. പോട്ടടാ. ഓക്കെ സാറേ. റോസ്, നമ്മുടെ കുഞ്ഞ് അബോർഷനാവാൻ കാരണം നിന്റെ ശരീരത്തിൽ അമോണിയയുടെ അംശം ഉണ്ടെന്നല്ലേ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത്? അതെങ്ങനെ വന്നു നിനക്കറിയോ? കുളിഞ്ചിനെ കൊല്ലാനായിട്ട് അവന്മാർ നീ കഴിക്കാനത്തെ ഭക്ഷണത്തിൽ അമോണിയ കളിക്കുക. ഞാൻ ആ വളത്തിലിടാൻ കൊണ്ടുവന്ന അമോണിയ പൊട്ടിച്ചിട്ടതാ. നമ്മുടെ പൊറിഞ്ചുവിനെ കൊല്ലാൻ നോക്കിയവരെ ഒഴിവാക്കണം ജോസൂട്ടി. പക്ഷേ അവരെ കൊന്നിട്ട് ജോസൂട്ടി ജയിലിൽ പോകരുത്. ജോസൂട്ടി മുംബൈക്കും പോകരുത്. അവരും പോണ്ട മുംബൈക്ക്. ജോസൂട്ടി, നമ്മുടെ മോനെ കൊന്നവരവര്. ഇനിയും അവര് പൊറിഞ്ചുവിനെയും കൊല്ലാൻ നോക്കും. ഡാ ജോസൂട്ടി, അവന്മാര് നാളെ മുംബൈക്ക് പോകാനുള്ള പരിപാടി റെഡിയാക്കിട്ട് നീ പോയി തീർക്കടാ.
കുഞ്ഞിനെ കൊന്നിട്ട് നിനക്കൊക്കെ മുംബൈക്ക് പോണല്ലേ? നിന്നെയൊക്കെ പറഞ്ഞയക്കടാ ഞാൻ. പൊറിഞ്ചോ, ഇന്നു മുതൽ നിന്റെ പേര് പൊറിഞ്ചോ എന്നല്ല. അതെനിക്ക് മാത്രമേ അറിയുള്ളൂ.